കണക്കിന്റെ നാളം പോലെ പൊന്തൂവൽ വീശും മാറ്റേറും മഴപ്രാവേ ഓ കളിയാടിപ്പാടാൻ നേരമായി കളിയാടിപ്പാടാൻ നേരമായി. എന്തേ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല. അബിക്കുട്ടാ, എന്തോ സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു. അടിപൊളി, നല്ല കോസ്റ്റ്യൂം എല്ലാം അടിപൊളിയായിട്ട്. ചോദിക്കാം നമുക്ക്. ശരത് സർ. മക്കളെ അഭിനവ്, എന്തോ സാർ? നല്ല രസമുള്ള പാട്ട്. മക്കളെ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് നിനക്ക് എന്തോ ഇതൊന്ന് പാടി തീർത്തിട്ട് എന്തോ എവിടെയോ പോയി എന്തോ മേടിക്കാനുണ്ടെന്നോ അങ്ങനെ ഒരു ഒത്തിരി സ്പീഡ് ഒരു ആക്രാന്തം ഉണ്ടായിരുന്നു. എന്താടാ മേടിക്കാനുള്ളത് നിനക്ക്? എന്താ മക്കളെ? ഒന്നുമില്ല. എല്ലാവരും എഴുതി വെച്ചത് റഷ്. ഒന്ന് ഒരു ഓട്ടം, അത് കുഴപ്പമില്ല, ഈ പ്രായത്തിൻ്റെതായിരിക്കും ഷാ. മക്കളെ ഈ വിരുദ്ധമാണെങ്കിലും അതിനൊരു കുറച്ചും കൂടെ ഒതുക്കം കിട്ടുമ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവും. ഈ ആക്രാന്തം അല്ലാതെ പിന്നെ ഉറങ്ങാതിരുന്നോളെ എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചില്ലേ, അത് അവള് മാത്രമല്ല നാട്ടുകാർ മുഴുവൻ ചട്ടിയോണം. എല്ലാവരും പിന്നെ ഉറങ്ങിയില്ല. എന്തിനാ അങ്ങനെ അലറിയത്? അങ്ങനെ പാടാൻ വേണ്ടി പറഞ്ഞു. ഉറങ്ങാതിരുന്ന അങ്ങനെ അത് വലിയ അപകടമാണ് മക്കളെ. അല്ല പെട്ടെന്ന് നോക്കിയപ്പോ വേറെ ഏതോ ഒരു സിംഹത്തിനെ കണ്ട് നിലവിളിക്കുന്ന പോലെ വിളിയായിരുന്നു. അതുമല്ല അത് ഭംഗിയായതുമില്ല. ഉറങ്ങാതിരുന്ന് നിലവിളിച്ചോട്ട് പോട്ടെ, അത് പാടിയതും ഒരു സുഖമായില്ല. അതൊന്ന് പാടാമോ? കൃത്യമായിട്ട് പാടണം കേട്ടോ. അത് കിടന്ന് അലറിയാലും കുഴപ്പമില്ല, പക്ഷെ അത് നീറ്റായിട്ട് പാട്. കസ്തൂരി നിലാവിൻ്റെ കനവു പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ സൂപ്പർടാ. വിളിക്കാൻ അറിയാം നന്നായി. ചുമ്മാ ഒരുമാതിരി ഇഡലി തരാത്ത ദേഷ്യം എല്ലാം കൂടെ ഇരുന്നാളെ. ഇതിപ്പോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, ഒത്തിരി രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു സർ. അത് മക്കളെ മാറ്റേറും കേട്ടോ. അതൊക്കെ നമ്മള് അത് കുറച്ചും കൂടെ നന്നായിരുന്നടാ. അതൊന്ന് പാടാമോ? മാറ്റേറും ബാക്കി പാടിക്കോ. മഴപ്രാവി. ഓക്കെ മക്കളെ, പിന്നെ അതിന് കഴിഞ്ഞിട്ട് വരുന്നവരെ ആലാപം അത് കുറച്ചും കൂടെ നന്നാവാം അവിടെ. അതിനൊരു കൺട്രോൾ ഇല്ലായ്മ ഫീൽ ചെയ്തു. മക്കളത് ശരിയായിക്കോണം. മക്കളെ അതുപോലെ നിനക്കായി മാത്രം തുറക്കാം. നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ, തുറക്കാം ഞാൻ. അതാ നോട്ട്സ് ക്ലാരിറ്റി കേട്ടോ. അത് 2 തവണ പാടിയപ്പോഴും മക്കളുടെ കയ്യിൽ നിന്നില്ല. പിന്നെ മധുര 17 അവിടെ തെന്നി വീണ്. സാധാരണ അവിടെ വീഴുകയേ ചെയ്യരുത്, കാര്യം 17 അപകടം പിടിച്ച ഒരു വയസ്സാണ്. 18 18 16 ഓക്കെ. 16 നീ വേണം ഞങ്ങൾ പിടിച്ചെഴുന്നേപ്പിക്കും. 18 വീടുന്നെങ്കിൽ തല്ലും അവിടെ ഇട്ട് കേട്ടോ. മക്കളെ അതൊന്ന് പാടാ വൃത്തിയായിട്ട് നന്നായിട്ട്. മധുര 17 അത് കറക്റ്റ് ഭരണം കേട്ടോ. ബാക്കിയൊന്നുമില്ല, ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു ചക്കര കേട്ടോ. താങ്ക് യു സർ. അലർച്ച മാട്ടി തരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. അഭിനവേ, എന്തോ സർ? നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. ഓർക്കസ്ട്ര ഒരു രക്ഷയില്ലായിരുന്നു ഈ പാട്ട്, ഗംഭീരായിരുന്നു. ഷിനു സൂപ്പർ. നിങ്ങൾ എന്തായിരുന്നു മാൻ, വണ്ടർഫുൾ. എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഹാർമോണിയം എന്നേ പറയുള്ളൂ. ഒരാളെങ്കിലും അത് പറയുന്നില്ല ഷാനെ. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഡാർലിംഗ്. ഷാനിക്കയുടെ ലൈവിലൊക്കെ ഹാർമോണിയം വെക്കാം. എന്റെ ലൈവില് എനിക്കൊരു കീബോർഡും സൈഡിലൊരു ഹാർമോണിയാണ്. ഒരു ഹാർമോണിയം എടുത്ത് തരട്ടെ, വായിക്കും. നീ അതിൽ കേറണ്ട. ഒന്നും പറയാൻ പറ്റത്തില്ല. സ്വാതന്ത്ര്യം ദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശരത്തേട്ടാ. ഷാന് അങ്ങനല്ല, എത്ര സ്നേഹിക്കുന്ന ആളല്ലേ, ഞാൻ തരട്ടെ എന്നല്ലേ ചോദിച്ചോളൂ. ഞാൻ വായിക്കാം, ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ വായിച്ചോളാം. ചുമ്മാ ഞാനും എഴുതിയത് ലേശം സമാധാനം. ഇതാണ് ഇതാണ്ട് ലേശം പീസ്. ഇതാണ് ഞാൻ എഴുതിയത്. കുറച്ച് സമാധാനത്തിൽ ആദ്യത്തെ സംഭവങ്ങളൊക്കെ പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം ഓട്ടോമാറ്റിക്കലി ആ പാട്ടിന്റെ ഫീലും എല്ലാം കുറയാൻ തുടങ്ങും. അതെ, ഓട്ടോമാറ്റിക്കലി ഓട്ടോ ആയിരുന്നു. അതെ, വൻ ഓട്ടോ ആയിരുന്നു. അപ്പം ആ ഫീൽ അങ്ങ് കുറയും. ഇതൊരു സമാധാനത്തിൽ അല്ല, ആ വിഷ്വൽ ഓർമ്മയില്ല, എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റും ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് അല്ല ഒരു ലെയ്ഡ് ബാക്ക് ഫീലിലുള്ള ഒരു പാട്ട്. പക്ഷെ ഇത്
ഒരു ഓട്ടം പോലെ എനിക്ക് ഫീൽ ചെയ്തടാ. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. എനിക്ക് അതോടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസ്കണക്റ്റഡ് ആയോ എന്നൊരു സംശയം. ബാക്കി കുറേ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഓ താങ്ക് യു സർ. ഓ താങ്ക് യു സാർ. ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. അഭിനവ് എന്തോ സർ. ഒരുവിധം നന്നായിട്ട് പാടി അഭിനവ്. താങ്ക് യു സർ. നല്ല പ്രയാസമുള്ളൊരു പാട്ടാണ് അല്ലേ? ആ മൊത്തം ഒരുപാട്. ഒന്നാമത് ജയചന്ദ്രൻ സാർ അങ്ങനെ പാടി വെച്ചേക്കുന്നത്. അനുരാഗം മീട്ടും അതൊന്ന് പാടാം. അനുരാഗം മീട്ടും ശ്രുതി 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 മോനെ, ശ്രുതി ഷാർപ്പ് മോനെ. വന്നതാ. അനുരാഗം മീട്ടും ഗന്ധർവൻ ഗന്ധർവൻ താരാര അങ്ങനെയല്ലേ? ഗന്ധർവൻ ആ ഗന്ധർവൻ ഈ സ്വപ്നം കാണും. ബാക്കി പാടിക്കേ. നീ സ്വപ്നം കാണും. അവിടെ ഒന്നും ക്ലാരിറ്റി ഇല്ല. അതൊക്കെ മോനെ റഷ് ചെയ്യണ്ട. അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. ഒരു സമാധാനം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ സ്പേസ് നമ്മൾ കൊടുക്കുക അല്ലേ? നമ്മൾ ശരിക്കും ഒരു പാട്ട് പാടുമ്പോൾ അത് എൻജോയബിൾ ആയിരിക്കാൻ ചെയ്യേണ്ട മെയിൻ കാര്യം അതിൻ്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇട്ട് വലിച്ച് പാടണമെന്നല്ല, പക്ഷെ അത് ഒന്ന് എത്തണമെങ്കിൽ കുറച്ചൊരു ഒരു ലെങ്ത് വേണം അതിന്. അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. ഇപ്പോൾ ഒരു പാട്ട് ഇപ്പോൾ ഫാസ്റ്റ് സോങ് ആയിക്കോട്ടെ, അതിനും ഒരു ഭംഗി വേണം ആ പ്ലാൻസ് ഒക്കെ പാടുമ്പോൾ കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു സ്പീഡ് ഉണ്ടായിരുന്നു അഭിനവിൻ്റെ പെർഫോമൻസിൽ. കുറച്ചുകൂടി പ്ലേഫുൾ ആവാം, അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഈ പാട്ട് എങ്ങനെ ഭയങ്കര രസമായിട്ട് ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്ന് പാടുന്നല്ലേ, ആ പ്ലേഫുൾനെസ് ആയിരുന്നു ശരിക്കും ലാക്ക് ചെയ്ത്. അപ്പോൾ കോറസിനായിട്ട് പാടുന്ന സമയത്തൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആവാം. അതെ അതെ. പിന്നെ എൻ ഹൃദയത്തിലൊക്കെ സൂപ്പറായിരുന്നു. ഞാനത് പ്രത്യേകം എഴുതി വെച്ചു. താങ്ക് യു സർ. നന്നായിട്ടത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ആലാപുണ്ടല്ലോ, പിന്നെ സംഗതീസ് ഒക്കെ ഉണ്ട്. ഇപ്പം മിസ് ചെയ്യുന്നത് നമുക്ക് ഫീലാണ്. അപ്പം ഇനി അഭിനവ് അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പാട്ടിൻ്റെ സോൾ, പാട്ടിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ കമ്പോസർ എങ്ങനെയായിരിക്കും പാടിച്ചത്, ആ സിംഗർ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്തത്, ഇതാണ് ഇനി അഭിനവ് നെക്സ്റ്റ് റൗണ്ടിൽ വരുമ്പം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ സർ. ഓക്കെ മോനെ, അത്രയൊക്കെ ഉള്ളൂ. അഭിനവിന് പറ്റും അത് കേട്ടോ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് സർ. യു ഹരിച്ചേട്ടാ. അഭി എന്തോ? ചോദിക്കാം. ആ ചോദിക്കാം. ശരത് സർ. യെസ്, മാർക്ക് Yeah. 8.2. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. അപ്പോൾ 8.2. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. സോ 24.4. കൺഗ്രാറ്റ്സ്. Thank you. അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ആ. ഓടണ്ട. Ni pa maga sa sa